അസ്സലാമു ഇന്ന് നമ്മളൊരു തനി നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് 2 കപ്പ് പച്ചരി നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഊറ്റിയെടുത്തതാണ്. വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം. അത് ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് മൈദ, കറുത്ത എള്ള് 1 ടേബിൾ സ്പൂണ്, 1 കപ്പ് ശർക്കര ഉരുക്കി പാനിയാക്കിയത്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും 5-6 ഏലക്കായും കൂടി വറുത്ത് പൊടിച്ചെടുത്തതാണത്. ആവശ്യത്തിനുള്ള ഉപ്പ്, എങ്ങനെയാണ് ചെയ്തെടുക്കണം നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് മൈദ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും, നമുക്ക് ഒരു സ്ട്രെച്ചർ കിട്ടും. നമ്മൾ ശർക്കര പാനിയിലാണ് അരച്ചെടുക്കുന്നത്. തണുത്തതാണ്, ചൂടൊക്കെ പോയി നല്ല തണുത്ത ശർക്കര പാനിയാണ്. അരിയുടെ ഒപ്പം വെള്ളം നിൽക്കണ പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ചെറിയുള്ളി നമുക്കതിലിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് തരികളായിട്ടാണ് നമുക്ക് അരഞ്ഞ് കിട്ടുക. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നല്ല നൈസായിട്ട് അരയരുത്, കുറച്ച് തരികളായിട്ട് അരച്ചെടുക്കുക. എള്ള് ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെച്ച മിക്സിയിൽ നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാം. കുറച്ച് ലൂസായിട്ടൊരു പരിവാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അതിന് നമ്മളൊരു 4 മണിക്കൂർ അടച്ച് വെച്ചാൽ നല്ല ഒന്നും കൂടി തിക്കായിട്ട് വരും. ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി വല്ലാതെ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്, അപ്പോൾ അപ്പം അങ്ങനെ പരന്നു പോവും. നമുക്കിത് ചുട്ടെടുക്കാം. ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കയ്യിലായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല അടിപൊളി നെയ്യപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് കളർ മാറിപ്പോവും. നമ്മളെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടിപൊളി നെയ്യപ്പാണ്. ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.